കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ 24 ഭവന നിർമ്മാണ തുക വകമാറ്റി കലൂരിൽ നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രി നിർമ്മാണ ചെലവിലേക്കാണ് വകമാറ്റാൻ ഒരുങ്ങിയത്. പ്രതിഷേധവുമായി ഗുണഭോക്താക്കൾ CPIM ഏരിയ കമ്മിറ്റി അംഗം MR പ്രഭാകരന്റെയും ലോക്കൽ സെക്രട്ടറി T പ്രസാദിന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടിയിൽ വൈരുദ്ധ്യം വാക്കേറ്റത്തിൽ കലാശിച്ചു. ബഡ്ജറ്റ് ദിനമായ ഇന്ന് തുടർന്ന് പോലീസ് എത്തി ഉചിതമായ മറുപടി കിട്ടാതെ മടങ്ങില്ലെന്ന് പ്രവർത്തകർ. ഒടുവിൽ പഞ്ചായത്ത് മുട്ടുമടക്കി പ്രശ്നം പരിശോധിക്കുമെന്നും പണം തിരികെ നൽകാമെന്ന കിട്ടിയ ഉറപ്പിൽ പ്രവർത്തകർ മടങ്ങി. ഇപ്പൊ നിലവിൽ മാറ്റാൻ തീരുമാനിച്ചത് നിങ്ങൾ എത്ര? 2,60,000. പിന്നെ എന്തിനാ വെച്ചത്? ഒരാൾക്കും ഗുണഭോക്താവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2,60,000 വെച്ച് ഒട്ടലേക്ക് വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ ഒച്ചയിട്ടു. നിയമപരമായി ചെയ്യാനുള്ള കാര്യത്തെ സംബന്ധിച്ച് ഈ പറയുന്നത് ഒരു പൈസ വെച്ചിട്ടില്ല, ഒരു ഗുണഭോക്താവും ഇല്ല, ഒരു ഗുണഭോക്താക്കളുടെ കാര്യത്തെ സംബന്ധിച്ച് അറിയില്ല എന്ന് പറഞ്ഞ സെക്രട്ടറി ഈ 2,60,000 പിന്നെ എന്തിനാ വെച്ചത്? അടുത്ത കാലത്ത് വെച്ചില്ലെങ്കിൽ പൈസ എങ്ങനെ മാറ്റിയെന്ന ചോദ്യം. നേരത്തെ അംഗീകരിച്ചു കൊടുത്താൽ ഇപ്പൊ എങ്ങനെ ബഡ്ജറ്റിൽ ഈ പൈസ എടുത്ത് മാറ്റി എങ്ങനെയാ? അതിനാണല്ലോ ഈ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ PMI പൈസ എടുത്ത് മാറ്റിയിട്ടില്ല എന്നാണോ പറയുന്നത്? ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. PMIയുടെ ഫണ്ട് നമ്മൾ തിരിച്ചു മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിജാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിമാൻഡ് നോട്ടീസ് ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന ഡിമാൻഡ് നോട്ടീസ് നമുക്ക് വൈകിയാണ് കിട്ടിയത്. വൈകി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഇന്ന് കറക്റ്റ് സമയത്ത് 20-ാം തീയതിക്കുള്ളിൽ ട്രഷറി അടയ്ക്കും. അതിനുള്ളിൽ നമുക്കത് തീർക്കാൻ പറ്റില്ല എന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ ഫണ്ട് ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഈ തർക്കത്തിന്റെ ഇതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ DPCയിൽ നിന്ന് നമുക്കത് മാറ്റാൻ പറ്റും, ഒന്നുകൂടി പരിശോധിക്കാനുള്ളൊരു തീരുമാനമാണ് അവസാനം ഈ യോഗത്തിൽ നമ്മൾ കൂടിയിട്ട് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കമ്മിറ്റിയിൽ നമ്മളത് വിഷയമായിട്ട് എടുത്തിരിക്കും എന്ന് പറയുന്നു. 24ഓളം ഉപഭോക്താക്കളുടെ പണം വകമാറ്റി ചെലവഴിച്ചതിനെതിരെയാണ് ഇപ്പൊ ഞങ്ങൾ അവരോടൊപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിക്കും. ആ വകമാറ്റി ചെലവഴിച്ച പണം ഇവർക്ക് തന്നെ അടിയന്തര കമ്മിറ്റിയും കൂടി ആ വകമാറ്റി ചെലവഴിച്ചത് ഈ സ്കീമിന് വേണ്ടി മാറ്റിവെക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ സമരം, ഈ സൂചനാ സമരം ഇവിടെ അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് പിരിയുക. ഇനി നോക്കട്ടെ, ഇവിടെ അടുത്ത കമ്മിറ്റി കൂടി എന്താ എടുക്കുന്നതെന്ന് നോക്കിയിട്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് മുഴുവൻ കളവാണെന്നും നിലപാട് ശരിയല്ലെന്നും CPIM ലോക്കൽ സെക്രട്ടറി T പ്രസാദ് ആരോപിച്ചു. അതൃപ്തിയുണ്ട്. അവര് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പൂണ്ട കള്ളത്തരല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ, നട്ടാകുരക്കാത്ത നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്തവരല്ല ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് വകമാറ്റി ചെലവഴിച്ചതും ഇത് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ഇപ്പൊ വകമാറ്റി ചെലവഴിക്കില്ലെന്നു 24 പേരിൽ എത്ര പേരാണ് വീട് പൊളിച്ചിട്ടേക്കണെന്നറിയോ? മഴക്കാലം തുടങ്ങാൻ പോവാണ്. അവരുടെ പ്രശ്നത്തിനല്ലേ അടിയന്തരമായി ഇവർ പറഞ്ഞിട്ടല്ലേ വീട് പൊളിച്ചേ. ആ പൊളിച്ച വീട് അടിയന്തരമായി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒത്താശ ചെയ്തു കൊടുക്കേണ്ടതാണ് പഞ്ചായത്ത്. ഇപ്പോഴുള്ള മഴയും കാറ്റും എത്രമാത്രം ഭീകരമായ അന്തരീക്ഷമാണ് വരും കാലങ്ങളിൽ ഉണ്ടാവാൻ പോണെന്ന് പറയാൻ കഴിയില്ല. ഈ നിൽക്കുന്ന ആളും അതഴിച്ച് പറഞ്ഞിട്ട് വീട് പൊളിച്ചിട്ടാണ്. അവരുടെ കണ്ണീര് കാണാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇവര് തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ സമരം അവസാനിപ്പിക്കും.